തന്റെ ജീവന് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ പാപ്പു ജോമോൻ പുത്തംപുരയ്ക്കലിനെതിരെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പരാതി നൽകിച്ചതാണെന്നും പരാതി പിൻവലിക്കുമെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് പി തങ്കച്ചനെതിരെ പരാതി നൽകിയ ജോമോൻ പുത്തംപുരയ്ക്കലിനെ തനിക്കറിയില്ല. തന്നെ ചതിച്ച് കോൺഗ്രസ് നേതാവ് സുനിലും പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും ചേർന്നാണ് ജോമോനെതിരെ പരാതി നൽകിയത്. എൻ്റെ വാർഡ് മെമ്പർ സുനിൽ, എൻ്റെ വാർഡ് 1-ാം വാർഡിൽ വാർഡ് മെമ്പർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചവൻ, എൻ്റെ വീടിൻ്റെ പാടത്തിൻ്റെ അക്കരെയുള്ള ഒരു വിനോദം, ഞാൻ സർക്കിൾ ബസ് ഡ്രൈവറാണെന്നോ അവിടെ പോലീസാണെന്നാലും ഇവർ രണ്ടുപേരും വന്ന് എന്നോട് പറഞ്ഞു, പാപ്പച്ചേട്ടാ ഈ ജോമോനെതിരെ ഒരു പരാതി കൊടുക്കണം. ഐജിനെ പോയി കണ്ടു, പരാതി കൊടുത്തു. തിരിച്ചു വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 1000 രൂപ എടുത്ത് തന്നു സുനിൽ. 1000 രൂപ തന്നപ്പോൾ ഒരു ചായ പോലും തരാത്ത വ്യക്തി, ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താത്ത വ്യക്തി 1000 രൂപ തന്നപ്പോൾ എനിക്ക് ഡൗട്ടായി. ഇപ്പം കള്ളത്തരം ഉണ്ടെന്നുള്ള എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ചതിക്കപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞതാണ് ജീവന് ഭീഷണിക്ക് കാരണമെന്നും പാപ്പു പറയുന്നു. എന്നെ നിർബന്ധിച്ച് പറഞ്ഞല്ലേ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തത്. അതാണ് ഇവർക്ക് എന്നോട് ദേഷ്യം. ഞാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞതാണ് ഇവർക്ക് എന്നോട് ഇവർ അന്വേഷിച്ചെടുക്കണത്. അതെനിക്കിപ്പോഴും പേടിയാതാ. എനിക്ക് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരായ പരാതി പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കൽ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരാതി പിൻവലിക്കും. കാരണം എൻ്റെ മകളുടെ കേസ് കഴിക്കാനാണല്ലോ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ അയാളെ ഒതുക്കിയത് എന്നെ കൊണ്ടല്ലേ. തങ്കച്ചനെതിരായ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പരാതി മറികടക്കാൻ കോൺഗ്രസ് നേതാവും പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെട്ടു എന്നത് ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ അന്വേഷണമുണ്ടാകാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട് തീർന്നു. കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ സമീർ. ജിഷയുടെ മരണത്തിൽ എന്ന പോലെ തന്നെ ഈ പാപ്പുവിൻ്റെ ജോമോൻ പുത്തംപുരയ്ക്കലിനെതിരായ പരാതിയിലും തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ ഏറെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ആദ്യം ഇംഗ്ലീഷിൽ പരാതി നൽകുന്നു, പിന്നീട് സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകാൻ പാപ്പുവിനോട് ആവശ്യപ്പെടുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ. പിന്നീട് ഈ പാപ്പുവിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് താൻ ചതിക്കപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുകയാണ് താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു, തനിക്ക് 1000 രൂപ തന്നിരിക്കുന്നു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായ കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം താൻ തിരിച്ചറിയുകയും ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തതാണ് തൻ്റെ ജീവൻ ഇപ്പോൾ ഭീഷണി ഉയരാൻ കാരണമാവുന്നത് എന്നാണ് പാപ്പു പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാപ്പു ഈ പരാതി നൽകിയത് തൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു ധാരണയോട് കൂടെ ആയിരുന്നില്ല. ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. ആരാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നുള്ള കാര്യവും തനിക്കറിയില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ നമുക്കൊരു പരാതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവും ഒപ്പം അശമന്നൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പറുമായിട്ടുള്ള സുനിലും അതോടൊപ്പം കുറുപ്പമ്പടി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനും പാപ്പുവിൻ്റെ അരികിൽ വരികയും അതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ കാണിക്കുകയും അതിൽ ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു പരാതി നൽകുന്നത്. ഈ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരായിട്ടുള്ള പരാതി വരുന്നതും അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും തനിക്കറിയില്ല. അതിൻ്റെ പരാതിയുടെ ഉള്ളടക്കം പോലും തനിക്ക് അറിയില്ലായിരുന്നു. ഇത് സുനിൽ എന്ന് പറയുന്നത് പി തങ്കച്ചൻ, UDF കൺവീനർ പി തങ്കച്ചൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി കൂടിയാണ്. ഈ വ്യക്തിയുടെ നിർബന്ധവും ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർബന്ധവും അവരുടെ സമ്മതത്തിനും ഒടുവിൽ വഴങ്ങിയാണ് താൻ അതിൽ ഒപ്പിട്ടത്. അതിൻ്റെ പരാതിയുടെ ഉള്ളടക്കം തനിക്കറിയില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന വാർത്തകളെ തുടർന്നാണ് സംഭവം എന്താണ് എന്നുള്ളത് താൻ തിരിച്ചറിയുന്നത്. ആ വേളയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, സുനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജിഷ ഏപ്രിൽ 28-ന് കൊല്ലപ്പെടുന്നു. അതിനുശേഷം അത്ര നാളും തന്നെ വന്ന് കാണുകയോ ആശ്വസിപ്പിക്കാനോ മറ്റു തരത്തിലോ ഒന്നും തന്നെ വന്ന് കാണുകയോ മറ്റ് ബന്ധുക്കളുമായി സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. എന്നാൽ അന്ന് ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ പരാതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നാണ് തന്നെ വന്ന് കാണുന്നത്. മാത്രമല്ല ഐജിക്ക് ഈ പരാതി നൽകി മടങ്ങുന്ന വേളയിൽ 1000 രൂപ തനിക്ക് നൽകുകയും ചെയ്തു എന്നാണ് പാപ്പു പറയുന്നത്. അതുവരെ ഒരർത്ഥത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഒരർത്ഥത്തിലും ഒരു സഹായവും ഈ സുനിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഈ സുനിലിൻ്റെ ഇടപെടലും അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലും ഏറെ ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ നിസ്സാരവൽക്കരിച്ച് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോമോൻ, ഏകദേശം 1 മാസമായിരിക്കുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട്. ഇതുവരെ യാതൊരു ഇടപെടലും നടത്താതിരുന്ന ഒരാൾ ഒരു ദിവസം വന്ന് താങ്കളുടെ ആ വെളിപ്പെടുത്തലുകളും നീക്കങ്ങളും തുടങ്ങിയതിന് ശേഷം താങ്കൾക്കെതിരെ പരാതി നൽകണം എന്ന് പറഞ്ഞ് ജിഷയുടെ അച്ഛനെ സമീപിക്കുന്നു, പരാതി നൽകിക്കുകയും ചെയ്യുന്നു. പരാതി നൽകിയതിനു ശേഷം 1000 രൂപയുടെ ഒരു നോട്ട് എടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ പി തങ്കച്ചൻ എന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണോ ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ?
വളരെ തീർച്ചയായും. കാരണം വളരെ അത്ഭുതകരമായ ഒരു കാര്യം കൂടെ രേഖകൾ ഇപ്പൊ ഇതിന്റെ എടുത്തു. അതായത് ഞാൻ മുഖ്യമന്ത്രിക്ക് ശ്രീ പിണറായി വിജയന് 26-ാം തീയതിയാണ് രാവിലെ 10 മണിക്ക് ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് പോന്നു. അദ്ദേഹം അത് ആ പരാതി കണ്ട് അതിന്മേൽ ഓർഡർ ഇട്ട് ADGP സന്ധ്യയെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഏൽപ്പിക്കുന്നത് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പം 26-ാം തീയതി രാവിലെ 10:30 കൂടിയാണ്. അപ്പം അതിൽ നിന്നും മനസ്സിലാകുന്ന അപ്പം തന്നെ 26-ാം തീയതി ഇങ്ങനൊരു പരാതി പാപ്പുവിന്റെ ആണെന്ന് വ്യാജേന ഉണ്ടെന്ന് IG കൊടുത്തിട്ട് IG 26-ാം തീയതി ഓർഡർ ഇടും. 26-ാം തീയതി എറണാകുളം റേഞ്ച് IG ഓർഡർ ഇട്ട് എന്റെ കോപ്പി പകർപ്പ് പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് പകർപ്പെടുപ്പിച്ചു. ആ 26-ാം തീയതി IG ഓർഡർ ഇടുമ്പോൾ ആ ടൈം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, FIR ഇടുന്നത് 26-ാം തീയതി രാവിലെ 11 മണിക്കാണ്. അപ്പൊ ഈ IG-യെ വെളുപ്പിന് 5 മണിക്കാണ് വീട്ടിൽ പോയി കണ്ടത്. അപ്പൊ അല്ലെങ്കിൽ പെരുമ്പാവൂർ ഈ ഓർഡർ ഇട്ട ഓർഡറുമായിട്ട് പെരുമ്പാവൂര് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിരിക്കുന്നത് 26-ാം തീയതി രാവിലെ 11:30-നാണ്. അപ്പം വിമാനത്തിൽ അവിടെ എത്തിയാലും എത്താൻ പറ്റത്തില്ല. അപ്പൊ അത്രയ്ക്ക് സ്പീഡിൽ അവിടെ കൊണ്ടുവന്നു. വെളുപ്പിനെ 5 മണിക്ക് രാവിലെ 6 മണിക്ക് ഓഫീസ് അല്ലാത്ത സമയത്ത്, ഓഫീസ് 10 മണിക്കാണ് IG ഓഫീസ് വരുന്നത്, അതിന് മുമ്പേ തന്നെ ഗൂഢാലോചന നടത്തി. അപ്പം ഈ IG-നെ, എറണാകുളം റേഞ്ച് IG-നെയും പെരുമ്പാവൂർ DYSP-നെയും സർക്കിൾ ഇൻസ്പെക്ടറെയും കുറുപ്പുംപടി SI-നെയും ഒക്കെ ഈ PP തങ്കച്ചനാണ് എന്റെ ശുപാർശ പ്രകാരമാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ആരോപണ വിധേയനായി പ്രതിക്കൂട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആ മലവെള്ളപ്പാച്ചിൽ പോലെ സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പം എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് പൊളിഞ്ഞിരിക്കുന്നത്. പാപ്പു ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തെ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു. അവിടെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇംഗ്ലീഷിലാണ് ഈ പരാതി എഴുതി ആദ്യം IG-യുടെ അടുത്തോട്ട് ചെല്ലുന്നത്. ആരായിരിക്കാം ആ പരാതി എഴുതി കൊടുത്തത്? കാരണം ഇംഗ്ലീഷിൽ എഴുതാനുള്ള പരിജ്ഞാനമൊന്നും എന്തായാലും ആ പാവപ്പെട്ട മനുഷ്യനുണ്ടോ എന്ന് തോന്നുന്നില്ല. അല്ല, അത് ഒന്നും എഴുതിയിട്ടില്ല, മലയാളത്തിലും പുള്ളി എഴുതിയിട്ടില്ല. അതെ, അപ്പൊ അതിനകത്ത് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് മേടിക്കുകയായിരുന്നു. ഒരു മാസം UDF സർക്കാരിന്റെ കാലത്ത് ഇലക്ഷൻ സമയത്ത് ഒരു മാസം, അതായത് ഏപ്രിൽ 28 നടന്ന സംഭവം മെയ് 5-ാം തീയതി വരെ ഇത് പുറംലോകം അറിയിക്കാതെ മറച്ചു വെച്ച് ജിഷയുടെ മൃതദേഹം കത്തിച്ചു കളയാൻ പാടില്ല എന്ന് അമ്മയും ഈ പാപ്പു ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. അവര് മീഡിയയിലൂടെ വന്നിരിക്കുകയാണ്. അപ്പം ജിഷയുടെ കൊലപാതകം ഇന്ത്യ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തെ തെളിവുകൾ പോലീസ് UDF സർക്കാരിന്റെ കാലത്ത് പങ്കച്ചന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ക്ലിയർ. തീർച്ചയായും സമയപരിമിതിയാണ് ശ്രീ ജോമോൻ പോത്തരക്കൽ താങ്കളിലേക്ക് ഇടപെട്ടത്. സമയപരിമിതി മൂലം മാത്രമാണ്. അതായത് തൻ്റെ ജീവന് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ പാപ്പു പീപ്പിൾ TVയോട് പറഞ്ഞിരിക്കുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് പരാതി നൽകിച്ചതെന്നും പരാതി പിൻവലിക്കുമെന്നും അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. വലിയ കളികളാണ് ഇതിന് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായ സൂചനകളാണ് ലഭ്യമാകുന്നത്.